സംസാരിക്കുക എന്നത് ഹറാമാണ്. നമ്മുടെ പള്ളിയിൽ ചിലർ കയറി വരും, എന്നിട്ട് കൈ കൊടുക്കണം, മുത്തിന് സലാം പറയണു, വർത്താനൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ വന്ന് പള്ളിയിലിരിക്കുന്നത്. ഒരു ഖതീബ് ഒരു പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുക, അവിടെ സംസാരിക്കാൻ ഒരു പഴുതുമില്ല നിങ്ങൾക്ക്, ഖതീബിനൊഴികെ. എന്തിവിടെ സംഭവിച്ചാലും ഹദീസ് ഞാൻ പറയാം. വല്ലദീ യഖൂലു ലിസാഹിബിഹി, ആരെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ അൻസിത്, ഒന്ന് മിണ്ടാതിരിക്ക് എന്നൊരു ഗൗരവമുള്ള കാര്യം പറഞ്ഞാൽ ഫലാ ജുമഅത ലഹു, അവന് ജുമഅ ഇല്ല. പണ്ഡിതന്മാർ പറഞ്ഞത് അവന് പരിപൂർണമായ ജുമഅന്റെ പ്രതിഫലം പോയി എന്നാണ്. ആ കസേരണ്ട് കാട്ട്, ഇന്നവിടെ നീങ്ങിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടത് പോയി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ ജുമഅത ലഹു, അവന് ജുമഅയുടെ പൂർണ്ണത ലഭിക്കില്ല. എന്നാൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുക, ഒരാൾ കയറി വരുന്നു, അയാൾ സലാം പറഞ്ഞാലോ ആരും മടക്കണ്ട. അത് ഏത് പള്ളിയാലുള്ള നിയമമാണ്. വേണമെങ്കിലും ഇഷാറ കൈകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് എന്നുള്ള സൂചന പറയാൻ പാടില്ല. ആദ്യം ഞാൻ ആരെങ്കിലും അറിയാതെ പറഞ്ഞാൽ തന്നെ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് വായ കൊണ്ട് സംസാരിച്ച് മടക്കാൻ പാടില്ല. അത് ജനങ്ങളുടെ സംസാരമാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ ഒരാൾ തുമ്മിയാൽ അയാൾ അൽഹംദുലില്ലാ പറയാ, അപ്പൊ മറ്റോ യർഹമുക്കല്ലാഹ് പറയാ പാടില്ല. അയാൾ അൽഹംദുലില്ലാ പറയാം, അയാളിൽ മാത്രം ഒതുങ്ങാൻ പാടുള്ളൂ. ഇനി അയാൾ ഇനി ഉറക്കെ പറഞ്ഞാൽ പോലും അപ്പുറത്തിരിക്കുന്നവൻ യർഹമുക്കല്ലാഹ് പറയരുത്. ഇതൊക്കെ സാധാരണ നടക്കാറുണ്ട്. പക്ഷെ ജുമഅന്റെ ഇടയിൽ അവിടെ ചില ഗൗരവമായ വസിയ്യത്തുണ്ട്. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാദുൽ മആദ് എന്ന കിതാബിൽ 133 കാര്യങ്ങളാണ് ജുമഅയുടെ സവിശേഷമായ വിശേഷണങ്ങൾ എഴുതി കൃത്യമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്.